ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈസൻസ് എടുത്ത് പിന്നെ അതെല്ലാം പറയാം കേട്ടോ. ലൈസൻസ് എടുത്തതെന്ന് പറയുമ്പോൾ നമ്മളൊരു കോംപ്ലക്സിലാണ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ ആ കോംപ്ലക്സിൽ മാനേജറുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് വീടിനെല്ലാം ആക്കി തന്നത്. അപ്പോൾ ആ കോംപ്ലക്സിൽ കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം മാനേജറുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് വീടിനെല്ലാം ആക്കിയിട്ട് തന്നത്. എന്തൊക്കെ വാങ്ങിക്കണം, എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോകണം എന്നൊക്കെ അവരാണ് പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ മുദ്രപത്രം വാങ്ങിക്കണം. ഇപ്പോൾ ഇന്നതൊക്കെ എഴുതാതെ ഒരാളുണ്ട്. അപ്പോൾ ആ മാനേജർ ഒരാളെ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ അയാൾ അതെല്ലാം എഴുതി തന്നു. പിന്നെ ഒരു വക്കീലിൻ്റെ ഒരു ഇത് വേണം, ഒപ്പ് പിന്നെ സൈൻ ചെയ്യുക. അപ്പോൾ അത് അവർ ഡെയിലി കൊടുക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ മാനേജറാണ് നമുക്ക് അതെല്ലാം ചെയ്ത് തന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഓൺലൈനിൽ ഒരു കൊല്ലമായിട്ട് ഒരു കൊല്ലമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്യം രജിസ്ട്രേഷൻ നേരത്തെ എടുത്തിട്ടുണ്ട്. കാരണം മേലക്കാലം പറഞ്ഞ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിന് വേണ്ടത് പിന്നെ കവറാണ്. അപ്പോൾ നമ്മൾ പേരടിച്ച് വെച്ചിട്ടുള്ള ഒരു കവർ ഉണ്ടാവില്ലേ. അപ്പോൾ ആ കവറ് നമ്മൾ ഹോൾസെയിൽ ഇപ്പോൾ നിങ്ങൾ ഇത് എന്തെന്ന് നിങ്ങൾ സ്ഥലം എവിടെ വെച്ച് അവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. അത് ഇങ്ങനത്തെ ഒരു കവറില്ലേ, ഇത് ഹോൾസെയിലായിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവും എല്ലായിടത്തും. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പേരിങ്ങനെ ഇത് കവർ ഹോൾസെയിലായിട്ട് വേറെ സ്ഥലത്ത് വാങ്ങിച്ചു. എന്നിട്ട് കവറിങ്ങനെ അടിക്കാൻ കൊടുത്തു. പിന്നെ മന്ത്രകോടി ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇവിടെ ടൗണിൽ തന്നെ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് നമുക്ക് ഇതിങ്ങനത്തെ വിൽക്കുന്നൊരു കട, അത് മിക്കവാറും എല്ലാ കടയിലും ഉണ്ടാവും. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാലും മനസ്സിലാവും, നിങ്ങൾ ടൗണിലും ഉണ്ടാവും. പിന്നെ അങ്ങനെ എടുത്തതാണ്. പിന്നെ വേണ്ടത് നമുക്ക് എന്താണ് ബില്ല് അടിക്കാനില്ല. അത് പ്രസ്സിൽ പോയാൽ ബില്ലടിക്കേണ്ട ഒരു ബുക്ക് അവർ ആക്കി തരും. നമുക്കിവിടെ 4 ബുക്കിന് 350 അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രസ്സിൽ പോയാൽ മതി. ഇപ്പോൾ പ്രസ്സിൽ പോയാൽ ഇങ്ങനത്തെ ഒരു ബുക്ക് അവർ അടിച്ചു തരും. അപ്പോൾ അത് ഇങ്ങനെ ബില്ലിങ്ങിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ പേര് വേണ്ടെങ്കിൽ ഇങ്ങനെ സാധാരണ കടയിൽ പോയാലും കിട്ടും. അത് നമ്മളെ മന്ത്രകോടി ബ്രൈഡ് എന്ന് വെച്ചാൽ പേര് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചതാണ് ബുക്ക്, നമ്മളെ ഫോൺ നമ്പറെല്ലാം. അപ്പോൾ ഇത് ഇങ്ങനെ ബുക്ക് അടിക്കണം. പിന്നെ ബില്ലിങ്ങിൻ്റെ ബുക്കാണ്. പിന്നെ അല്ല ഞങ്ങൾ ലാപ്ടോപ്പിൽ ഇല്ലെങ്കിലും ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് അങ്ങനെ അടിച്ചത്. പിന്നെ പ്രൈസ് ഇടുന്നത് നമ്മൾ ഈ ബില്ലാക്കിയെടുത്ത് തന്നെ ഒരു സ്റ്റിക്കർ ആക്കിയിട്ടുണ്ടായിരുന്നു പ്രൈസിങ്ങിൻ്റെ. അപ്പോൾ ഇതും നിങ്ങൾ ഇതാക്കിയാൽ മന്ത്രകോടി ബ്രൈഡ് എന്നിട്ട് ഇവിടെ നമ്മൾ റേറ്റ് എഴുതിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഇതെല്ലാം എഴുതണം. എന്തെല്ലാം നമുക്ക് പറയാനില്ല അതെല്ലാം ഇതിങ്ങനെ എഴുതിയിട്ട് അങ്ങനെ അടിക്കണം. അപ്പോൾ അത് പ്രസ്സിൽ പോയാൽ നമുക്ക് ഇതാക്കാൻ പറ്റും, അവരാക്കി തരും പ്രസ്സിൽ പോയാൽ. പിന്നെ ഞാൻ വേറൊന്ന് പ്രൈസ് ഇടാൻ വേറൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് ഇത് ഒരു സീല് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ വേണ്ട പ്രൈസെല്ലാം അടിച്ചിട്ട് ഇത് അടിക്കണം. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ വരും. അപ്പോൾ ഇതും കടയെല്ലാം പോയാൽ സീല് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. തിരിക്കുന്ന സീല് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീലുണ്ട്. അപ്പോൾ ഇതിലും പ്രൈസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ എൻ്റെ കയ്യിലൊക്കെ മഷിയായത് ഇപ്പോഴും ഉണ്ട്. ഇതിങ്ങനെ മഷിയൊക്കെ നമ്മുടെ കയ്യിൽ ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് പോയതാണ്. അപ്പോൾ ഇങ്ങനെ മഷിയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടും അതെ. ഇതിങ്ങനെ കറക്കണം, ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് തന്നെ ഈ ഓരോ ചക്രം ഇതിൽ കാണുന്നുണ്ട്, എത്രത്തോളം കാണുന്നുണ്ട് അല്ല. ഈ കുഞ്ഞ് ചക്രം ഇങ്ങനെ നകത്തോട്ട് ഇങ്ങനെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കണം. അത്ര ചെറിയ ഇതാണ് ചക്രമാണ്. ഇത് എത്രത്തോളം കാണണമെന്ന് അറിയാൻ പറ്റാതെ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനെ കൊണ്ട് ബില്ലിടുമ്പോഴത്തേക്ക്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൽ ഞാനിപ്പോൾ ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷെൽഫ് ഇത് ചെറിയൊരു ഷെൽഫ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഷെൽഫ് ഇത്ര ചെയ്തു. അപ്പോൾ ചെറിയൊരു ഷെൽഫ് ചെയ്തു. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ ഒരു കണ്ണാടിയല്ല, കയറി വരാൻ്റെ ഒരു ഗ്ലാസ്സിൽ ഇത് നമ്മൾ ചെയ്തതാണ്, ഈ ഗ്ലാസിൻ്റെ ഇത്. പിന്നെ ഷോപ്പിൽ ഇരിക്കാൻ വേണ്ടി നമ്മളൊരു ടേബിൾ വാങ്ങി.
ജസ്റ്റ് ടേബിള്, പിന്നെ എനിക്ക് ബില്ലിംഗ് എല്ലാം ഇടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ടേബിള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ടേബിള്, പിന്നെ താഴെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് പറയുന്നത്, താഴെ നിലം കാണാതിരിക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ കളറിലെ ഷീറ്റ്. അപ്പോൾ ഈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറുതായിട്ട്, പിന്നെ വന്നവർക്കൊക്കെ ജസ്റ്റ് 2 സ്റ്റൂല് വാങ്ങി വെച്ചിട്ടുണ്ട്, 2 കസേരയും, അത്രയേ ഉള്ളൂ. അപ്പോൾ താഴെ ഇരുന്ന് നോക്കുന്ന ഇതുപോലെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. താഴെ ഇരുന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചില തമിഴ്നാട്ടിലൊക്കെ പോയി ഹോൾസെയിൽ കടയിലും പോയുണ്ടാവില്ല താഴെ ഇരുന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോപ്പിൻ്റെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പിൻ്റെ ഒരു വിശേഷമാണ് ഇപ്പോൾ പറഞ്ഞത്. ബൈ.